എന്തിനാ വരാൻ പറഞ്ഞേ? എന്താണെന്നറിയില്ല, ഒന്ന് കാണണമെന്ന് തോന്നി. എന്തു പറ്റി? ഒന്നും പറ്റിയില്ല. പിന്നെന്താ നീ ഇങ്ങനെ ഇരിക്കുന്നെ? അമ്മയും അച്ഛനും ട്രീറ്റ്മെന്റിന് വേണ്ടി സിറ്റിയിലേക്ക് പോയി. നല്ല കാര്യമല്ലേ, അതിനെന്തിരിക്കുന്നെ? നല്ല കാര്യം തന്നെ, പക്ഷേ എന്റെ ഇളയമ്മ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. അതും നല്ലത് തന്നെയല്ലേ. ഇളയമേന്ന് വെച്ചാ എന്റെ അമ്മയുടെ അനിയത്തി. ഓ, ഗുഡ് ഗുഡ്. ഇന്നലെ രാത്രി നിന്നെ കുറിച്ച്, ഫ്രണ്ട്സിനെ കുറിച്ച്, അമൃതയെ കുറിച്ചെല്ലാം ചോദിച്ചു. അമൃതായോ? അതെ, അമൃതയെ കുറിച്ചും. കാരണം എന്റെ ഇളയമ്മ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഓ, അപ്പൊ നിനക്ക് വലിയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലേ. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ എന്താ ഉള്ളത്? നിന്നെ കുറിച്ച് ഇന്നലെ ചോദിച്ചപ്പോ ഞാൻ ഒത്തിരി പേടിച്ചു പോയി. നീ എന്തിനാ പേടിക്കുന്നേ? പറയേണ്ടതല്ലേ, നമ്മൾക്കൊരു സപ്പോർട്ടായിരിക്കില്ലേ. സത്യാണോ? അങ്ങനെയാണെങ്കിൽ ടൈം നോക്കി പറഞ്ഞു. ശരി, വാ. വിജയ്, ഞാൻ നിന്നെ വിശ്വസിച്ചതുപോലെ ആരെയും വിശ്വസിച്ചിട്ടില്ല. ഒന്നും കഴിച്ചു കാണില്ല. വെള്ളെടുക്ക്. ഈ കുട്ടിക്ക് നല്ല ബലഹീനതയുണ്ട്, അതാ മയങ്ങി വീണേ. നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്കോ, ഞങ്ങൾ ഇത് നോക്കിക്കോളാം. നീ എന്താടാ നോക്കി നിൽക്കുന്ന? കോളേജ് പോകുന്ന കുട്ടിയെ കൊണ്ടുവന്ന ഇങ്ങനെ ഇരിക്കും. പൊക്ക്. നിന്റെ മോള് ബലഹീനത കൊണ്ട് മയങ്ങിയതല്ല, ഗർഭിണിയാണെന്നേ. എടാ, അവനിപ്പോ എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു അമ്മേ. ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ മോനെ? വരും അമ്മേ, വേഗം തന്നെ ഞാൻ വീട്ടിലോട്ട് വരും.
ആവശ്യമില്ലാതെ അവൻ്റെ അടുത്ത് പ്രതീക്ഷ വെക്കരുത്. നന്നാവണമെങ്കിൽ എപ്പോഴേ നന്നായെന്നെ. ബോയ്ഫ്രണ്ടിനെ കുറിച്ച് പറയണ്ടെന്ന് വിചാരിച്ചതാണോ അതോ അവന് പറയാനും മാത്രം നല്ല ക്യാരക്ടർ അല്ലാത്തോണ്ടാണോ? ഒരൊറ്റ വാക്ക് കൊണ്ട് ക്യാരക്ടർ പറയാൻ പറ്റില്ല. എന്ത് പറയണമെങ്കിലും നല്ല 2 വാക്കുകൾ ചേർക്കാതെ പറയാൻ ഓ, പറ്റത്തില്ല. അത്രയ്ക്ക് നല്ലവനാണോ? അപ്പൊ എന്തായാലും അവനെ മീറ്റ് ചെയ്തേ പറ്റൂ. ഒരു ദിവസം വീട്ടിൽ വരാൻ പറ. ചേച്ചി ഞാൻ ഇതുവരെ മറന്നിട്ടില്ല. ഞാനും. ഞാൻ പുറത്തേക്ക് പോവാം. നീ ടൈം ഫിക്സ് ചെയ്തിട്ട് പറയണേ. ഞാൻ വന്നിട്ട് നോക്കാം നിന്റെ ബോയ്ഫ്രണ്ട് നല്ലവനാണോ എന്ന്. സർ, വാ മോളെ, സുഖമാണോ? സുഖം തന്നെയാ സർ. എവിടെ? മോളെ, ആ റൂമിൽ ലൈറ്റ് പോലും ഇല്ല. ഞാൻ നോക്കിക്കോളാം സർ. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? അമൃതയെ നീ എന്താ ചെയ്തത്? അവളെ ഞാൻ കൊന്നു കളഞ്ഞു. എന്തിനു വേണ്ടി? അവളെനിക്ക് ദ്രോഹമാ ചെയ്തേ. ഞാൻ അവളെ എന്തുമാത്രം സ്നേഹിച്ചെന്നറിയൂ നിനക്ക്? അവിടെ എന്താ നിനക്ക് കാണുന്നേ? ആകാശം. അത് നീയാ. ഉം? ആകാശമേ മുഴുവൻ സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കും. അങ്ങനെ നിന്നെ പോലെ. ഈ ലോകത്ത് നീ കഴിഞ്ഞാൽ മറ്റെന്തോ ഉള്ളൂ. ഏയ്, ഹേയ് നിക്ക്.